ഇപ്പോൾ റെസ്റ്റോറൻറ്റ് മേഖലയിൽ വലിയൊരു സ്ട്രഗിൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലത്തും ഗ്യാസ് കിട്ടാനില്ല, സാധനങ്ങൾക്കെല്ലാം അമിതമായിട്ട് വില കൂടിക്കൊണ്ടൊക്കെ ഇരിക്കുക. ഈ സമയത്ത് ഒട്ടുമിക്ക റെസ്റ്റോറൻറ്റ് മുതലാളിമാരും ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ മെനുവിൽ പ്രൈസ് ഹൈക്കുണ്ടാക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ പ്രൈസ് കൂട്ടുക എന്നൊരു കാര്യം. അതിന് പകരം അവരോട് എനിക്ക് പറയാനുള്ളത് ശാന്തമായിട്ട് ചിന്തിച്ച് എവിടെയാണോ ചിലവ് ചുരുക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടൊരു പ്ലാൻ ഉണ്ടാക്കുക ആദ്യം. മെനുവിൽ 5% വില കൂട്ടി കസ്റ്റമറുടെ പോക്കറ്റ് ചോർത്തുന്നതിനൊക്കെ എത്രയോ ലാഭകരവും അന്തസ്സുമാണ് അടുക്കളയിൽ 5% വേസ് നിയന്ത്രിക്കുക എന്നുള്ളത്. അതുകൊണ്ട് റെസ്റ്റോറൻറ്റ് ഓണേഴ്സിനോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഈ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട നിങ്ങളുടെ ഓഫീസ് മുറികളിലല്ല, നിങ്ങൾ ഒരു പേനയും പേപ്പറും എടുത്ത് നേരെ കിച്ചണിലേക്ക് പോകുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അവിടെ ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും നമ്മുടെ ഫുഡ് വേസ്റ്റായി പോകുന്നതൊക്കെ. കൃത്യമായിട്ടുള്ള പോർഷനിലല്ലാതെ ഫുഡ് പാർസലിലും ഡൈനിങ്ങിലേക്ക് പോകുന്നത് കാണാൻ സാധിക്കും. അതിലുപരി നമ്മുടെ ഷെഫുമാർ തന്നെ റോ മെറ്റീരിയൽസ് അത് വേസ്റ്റേജ് പോകുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ആ 5% ഇവിടെ കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മെനു കൂട്ടുന്നതിനേക്കാളും നന്നായിട്ട് നിങ്ങൾ കിച്ചൺ മാനേജാണ് ശ്രമിക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ വില കൂട്ടാൻ തീരുമാനിച്ച 5% ഇവിടെ കിച്ചണിൽ നിന്ന് തന്നെ ആദ്യം കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് ബുദ്ധിമുട്ടുള്ളതൊക്കെ ഇവിടെ പോസിബിളാണ്. പ്ലേറ്റ് ആൻഡ് പ്രോഫിറ്റ്.